തംബ്നെയിൽ കണ്ട പോലെ ഇന്നൊരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. ഹെയർ കെയറും സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. യോഗ, മെഡിറ്റേഷൻ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രകൃതിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു മോർണിംഗ് റൊട്ടീനിൽ നിങ്ങൾക്ക് കണ്ടാലോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെയാണെന്ന് പറയാം. അതായത് നമുക്ക് ഇതുവരെ ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത കുറേ കാര്യങ്ങൾ എനിക്ക് ഈ ഒരു മോർണിംഗ് റൊട്ടീനിൽ നിന്ന് കിട്ടി. അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്കും കൂടി ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണമെന്ന് തോന്നിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ, അതായത് ഒരു മിറാക്കിളായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ ഒരു അതിരാവിലെ എണീറ്റിട്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയം നമ്മൾ എണീറ്റിരുന്ന് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ വരും കേട്ടോ പോസിറ്റീവായിട്ട്. അതായത് നമ്മുടെ അമ്പലത്തിലെ പാട്ട്, പിന്നെ എന്താ പറയുക, കിളികളുടെ ശബ്ദം, ആ ഒരു രാവിലത്തെ ശബ്ദങ്ങളൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് കേട്ടോ. നമുക്ക് വെറുതെ ചുറ്റും നോക്കിയിരിക്കാൻ, അതായത് ആകാശത്തേക്ക് നോക്കിയാലും എവിടേക്ക് നോക്കിയാലും ഭയങ്കര ഒരു ഭംഗിയായിരിക്കും. ആ ഒരു ഫ്രഷ് എയർ കാര്യങ്ങളൊക്കെ ഒത്തിരി, ശരിക്കും പറഞ്ഞാൽ രാവിലെ എണീക്കാത്ത ഒരാൾക്കാണെങ്കിൽ ഇതൊരു ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ. ഞാൻ ഭയങ്കര മടിച്ചിയായിരുന്നു, അതായത് രാവിലെ ഒട്ടും എണീക്കാത്ത ഒരാളായിരുന്നു ഡെലിവറിക്ക് മുന്നേ വരെയുള്ള ഞാനെന്ന് പറയുന്നത്. ഡെലിവറിക്ക് ശേഷം എനിക്ക് രാവിലെ എണീക്കാൻ ഭയങ്കര കൊതിയായി തുടങ്ങിയിട്ട്. കാരണം എനിക്ക് ആ ഒരു സമയത്ത് ഞാൻ ഭയങ്കര ഒരു ഡിപ്രഷനാണോ എന്തായിരുന്നു ആ ഒരു സംഗതി എന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. അതൊരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ കുറേ കാര്യങ്ങൾ പോസിറ്റീവായിട്ടിരിക്കാൻ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ആ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരുന്നൊരു സമയമാണ് എൻ്റെ ആ ഒരു ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സമയം കേട്ടോ. അങ്ങനെയാണ് ഞാൻ യോഗ, മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ കുറിച്ചറിയുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് അതിരാവിലെ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ഫ്രഷ് എയറിലിരുന്ന് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് തരുന്നത് ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. നമ്മൾ ശരീരം മൊത്തം എന്താ പറയുക, ആ ഒരു പോസിറ്റീവിൻ്റെ എഫക്റ്റിലായിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു പണ്ടൊക്കെ കിടന്ന് രാവിലെ ഉറങ്ങിയിരുന്ന ദിവസങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എന്താ പറയുക, ഞാൻ നശിപ്പിച്ച ദിവസങ്ങളാണെന്ന് പറയാം. അത്രയ്ക്കും നല്ലതാണ് നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാലെന്ന് ഇപ്പം മനസ്സിലാക്കുന്നു കേട്ടോ. ഇപ്പം ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് വെച്ചാൽ, രാവിലത്തെ കാര്യങ്ങൾ, അതായത് പല്ല് തേപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷം ഞാൻ മുടിയുടെ ലെങ്തിലേക്ക് ഓയിൽ വെച്ചു, ഇൻവേർഷൻ മെത്തേഡ് ചെയ്തു, അതൊന്ന് കെട്ടി വെച്ചു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അതിൻ്റെ ഉള്ള നേരവും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പോൾ ആദ്യം ഹെയറിൻ്റെ കാര്യം അങ്ങ് ചെയ്തു കേട്ടോ. അതിന് ശേഷം ഈ വെള്ളം കുടിക്കുകയാണ്. ഈ ഒരു വെള്ളമെന്ന് പറയുന്നത് നമ്മൾ തലേന്ന് ചോറിൽ, അതായത് തലേദിവസത്തെ ചോറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു, അത് അരിച്ചെടുത്ത് ഒരു ഗ്ലാസ് എടുത്തു കേട്ടോ. ആ ഒരു വെള്ളമാണ് ഞാനിപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ശരീരം നന്നായിട്ട് തണുപ്പിക്കുന്ന ഒരു വെള്ളമാണ്. ഈ ഒരു നമ്മൾ എന്താ പറയുക, വൈറ്റ് ഡിസ്ചാർജ് അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു വാട്ടറാണ് കേട്ടോ ഇത്. അതായത് നമ്മുടെ ശരീരം നല്ലോണം തണുപ്പിക്കും. ആ ഒരു ബെനിഫിറ്റാണ് ഇതിനുള്ളത്. അതിനുശേഷം സ്കിൻ കെയറായിട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ 1 വീക്കായിട്ടേ ഉള്ളൂ റീസ്റ്റാർട്ട് ചെയ്തത്. അതായത് പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പണ്ടെന്ന് പറയുന്നത് പ്രഗ്നൻസി ടൈമിൽ ഡെലിവറി കഴിഞ്ഞ ആ ഒരു ആദ്യത്തെ മന്തുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ നാൽപ്പാമരുതി മൊത്തത്തിൽ പോകാണ് കേട്ടോ. നാൽപ്പാമരാതി കേര തൈലമാണ് ഇത്, കോട്ടക്കലിൻ്റെ. അപ്പോൾ അത് ഞാൻ കുറച്ചൊന്ന് കയ്യിലെടുത്ത് ഫേസ് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഫേസ് നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ആക്കുക. അതായത് നമുക്ക് നമ്മുടെ കളർ എന്തായിരുന്നോ ആ ഒരു കളറിലേക്ക്, നമ്മൾ നന്നായിട്ട് ഡാർക്കായി പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കളറിലേക്ക് എത്താൻ നല്ലോണം വർക്കാകുന്ന ഒരു കാര്യമാണ് ഈ ഒരു നാൽപ്പാമരാതി കേര തൈലം. എനിക്കത് അത്യാവശ്യം നല്ലോണം റിസൾട്ട് തന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇതിനെപ്പറ്റി ഞാൻ വീഡിയോ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു പ്രഗ്നൻസി ടൈമിൽ. ആ ഒരു സമയത്തായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആ ഒരു സമയത്ത് നല്ല റിസൾട്ട് തന്നു. അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് നല്ലോണം കറുത്ത് വരാൻ തുടങ്ങി. ആ ഒരു സമയത്തും 1 മന്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റിസൾട്ട് തന്നു കേട്ടോ. അതായത് എൻ്റെ ആ ഒരു പഴയ കളറിലേക്ക് എന്നെ കൊണ്ടെത്തിച്ച്. പിന്നെ ഇപ്പം ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പം ഞാൻ വീണ്ടും ആ ഒരു കളർ എൻ്റെ പോകാൻ തുടങ്ങിയ സമയത്ത് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ.
അപ്പം രാവിലത്തെ കുറേ കാഴ്ചകൾ കാണാൻ അതിമനോഹരമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്കിങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും. കിളികളുടെ ശബ്ദമാണെങ്കിലും എന്താ പറയുക, കുറേ കാര്യങ്ങൾ നമുക്ക് കാഴ്ചകൾ കാണാനായിട്ട് ഈ ഒരു സമയമുണ്ട്. നമുക്ക് എന്താ പറയുക, നമുക്ക് മെഡിറ്റേഷൻ ആണെങ്കിലും യോഗയാണെങ്കിലും എക്സസൈസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ചെയ്യാൻ ഒരുപാട് നല്ലതാണ് ഈ ഒരു സമയം. ഇത് നമ്മുടെ ശരീരം, അതായത് ഞാൻ മുടിക്കെന്ന് പറഞ്ഞല്ലോ, മുടിയാണെങ്കിലും സ്കിന്നാണെങ്കിലും ഒക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ഹെൽത്തിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഈ ഒരു സമയം നമ്മൾ എണീറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നമുക്ക് ആ ഒരു എന്താ പറയുക, ഒത്തിരി നമുക്ക് ആ ഒരു മാറ്റങ്ങൾ തിരിച്ചറിയാൻ പറ്റും. അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ഭയങ്കര എനർജറ്റിക് ആക്കി വെക്കും കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ലേറ്റായി എണീക്കുന്ന ഒരു ദിവസം ഞാൻ ഭയങ്കര എന്താ പറയുക, ടയേർഡായിരിക്കും, ഭയങ്കര ക്ഷീണമായിരിക്കും എനിക്ക്. അതേസമയം ഞാൻ രാവിലെ എണീക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ചിലപ്പം ചെയ്യേണ്ടാന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ അത്രയ്ക്കും പവർഫുള്ളാണ് നമ്മൾ രാവിലെ എണീറ്റ് ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കേട്ടോ, അതൊക്കെ തന്നെ നടന്നോളും. പരീക്ഷയൊക്കെ വരികയാണെങ്കിൽ ഞാൻ തലേന്ന് ഒരു 2-3 ദിവസം മുന്നേ പഠിക്കാൻ തുടങ്ങുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, രാത്രി ഫുൾ ഉറക്കം ഒഴിഞ്ഞിരിക്കും. അതായത് 2-3 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കും. പക്ഷെ രാവിലെ ഞാൻ ഒരിക്കലും എണീക്കാറില്ല. രാവിലെ എണീറ്റ് പഠിക്കണം എന്നെൻ്റെ അമ്മ പറയാറുണ്ടെങ്കിലും ഞാൻ ഇന്നേ വരെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ ഒരു ലൈഫ് ഭയങ്കരമായിട്ട് ഇപ്പം അമ്മയായതിന് ശേഷം ഒത്തിരി കാര്യങ്ങൾ ലൈഫിലേക്ക് മാറി മറിഞ്ഞു എന്ന് പറയാം. അതൊരു ഭയങ്കര ഒരു ട്രാൻസിഷനാണ്. നമ്മൾ എന്താ പറയുക, നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു കെൽപ്പ് നമുക്ക് കൊണ്ടുതരുന്ന ഒരു ട്രാൻസിഷനാണെന്ന് പറയാം. എന്താ പറയുക, ഭയങ്കര മനോഹരവും അതുപോലെ തന്നെ ഭയങ്കര എന്താ പറയുക, നമ്മളെ മൊത്തത്തിൽ തകർത്ത് കളയാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റേജും കൂടിയാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആയിരിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സമയത്ത് ഇന്ന് പല പല ആശയങ്ങൾ വരും കേട്ടോ. എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡ്രീംസ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഡയറിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എഴുതി വയ്ക്കാറുണ്ട്. അതായത് ഇന്നത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഭയങ്കര ഡെസ്പായിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സമയത്തൊക്കെ ഇരുന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ അതൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടൈമൊക്കെയാണിത്. അപ്പം ഞാൻ അതിന് ശേഷം കുറച്ചൊന്ന് നടക്കുകയാണ് കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ നടക്കത്തുള്ളൂ. എന്താ പറയുക, ഇപ്പം ഞാൻ നേരത്തെ ഡെലിവറിക്ക് ശേഷം ഞാനൊരു 10-11 കിലോ കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ ഒരു സമയത്ത് തൈറോയ്ഡ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ വീണ്ടും നാട്ടിൽ വന്നതിന് ശേഷം കുറച്ച് കിലോ കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ കിലോ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നടക്കുന്നത്. അതായത് കിലോ കൂടിയെന്ന് മാത്രമല്ല എൻ്റെ പ്രശ്നം, നോർമലായ തൈറോയ്ഡ് വീണ്ടും ഇറഗുലറായിട്ടുണ്ട്. അതായത് അതിൻ്റെ റേഞ്ചിൽ നിന്നും വീണ്ടും വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും നോർമലാക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് കുറയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നടക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പൂക്കളെയൊക്കെ കാണാം, എന്താ ഭംഗി. രാവിലെ ഇരുന്ന് ഇതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്നെപ്പോലെ മടിച്ചികളോ അല്ലെങ്കിൽ മടിയന്മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നാളെ മുതൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു ദിവസം നിങ്ങൾ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ തോന്നും. പിന്നെ എന്താ പറയുക, എല്ലാം പതിയെ സ്റ്റാർട്ട് ചെയ്താൽ മതി. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് വലിയ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും വരുത്താൻ പറ്റത്തില്ല. അതായത് നമ്മളതൊരു ശീലമാക്കി മാറ്റുക, അല്ലെങ്കിൽ നമുക്കത് ഭയങ്കര ഇഷ്ടത്തോടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് തോന്നും. ഭയങ്കര എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ നേരം പരപരാ വെളുത്തു എന്ന് പറയാം. അപ്പം ഞാൻ എല്ലാ ദിവസവും ആദ്യം മെഡിറ്റേഷനായിരുന്നു ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇന്നത്തെ ഡേയിൽ ഏറ്റവും ഒടുവിലാണ് കേട്ടോ അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ചെമ്പരത്തി ഇലേനെയൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതായിരിക്കും ഞാൻ മിക്കവാറും ഇവിടെ വന്നിട്ടാണ് താളിക്ക് വേണ്ടിയിട്ട് ചെമ്പരത്തി ഇലയൊക്കെ പറിക്കുന്നത്. ഇതിൽ ആദ്യമായിട്ട് 2 പൂക്കൾ വന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടും, ഒരു പൂ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഹെയർ പാക്കിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു തേങ്ങാപ്പാലിൻ്റെ കൂടെയൊക്കെ. പിന്നത്തെ പൂവ് കൊഴിഞ്ഞു പോയി കേട്ടോ. അപ്പം ഇവിടെ പ്രാവുകളൊക്കെ വന്നിരിപ്പുണ്ട്. ഇടയ്ക്കൊക്കെ മയിലിനെയൊക്കെ കാണാറുണ്ട്. പിന്നെ
തെറ്റിയിലൊരു പൂവില്ല കേട്ടോ. അപ്പോൾ അതിനൊക്കെ ശേഷം ഞാൻ കുറച്ച് ഇന്ന് താളിയൊക്കെ ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മുടെ ചെമ്പരത്തി എല്ലാം എടുത്തു. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു. പൂക്കൾ ഇട്ടുകയാണെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം. പക്ഷേ ഇവിടെ പൂക്കളില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അത് നിറച്ച് വെള്ളം ഒഴിച്ചിട്ടു. ഇനി അത് സോക്കായി കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കതിങ്ങനെ, ഞാനത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കൈ കൊണ്ട് ഇങ്ങനെ ഞെരടി എടുത്ത് അതിൻ്റെ ആ ഒരു സത്ത് ഫുള്ളായിട്ട് കിട്ടിയിട്ട് അരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും കുഞ്ഞിപ്പെണ്ണാണെന്ന് അങ്ങനെ അത്രയേ ഉള്ളൂ കേട്ടോ. തൊപ്പിക്കാര തൊപ്പിക്കാര എപ്പ കല്യാണം? മകരമാസത്തിൽ മാസത്തിൽ